എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായിട്ടുള്ള വിഷയം നോക്കി രക്ഷപ്പെടുക എന്നുള്ളതാണ്. ലുക്ക് ആൻഡ് ബി സേവ്ഡ്. അത് ദി സർപ്പൻറ്റ് മോസസ് റേസ്ഡ് ആൻഡ് കമ്പാരിസൺ വിത്ത് ക്രൈസ്റ്റ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയെന്ന് കർത്താവ് പറയുന്നതായിട്ടുള്ള ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 നമുക്ക് വായിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാവുന്നു. അതിൻ്റെ കാരണം അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം കൂടി ഇവിടെ വായിച്ചു. അതാണ് ഒരുപക്ഷെ വളരെ പ്രാധാന്യമായ രക്ഷയെപ്പറ്റി വിവരിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗിഫ്റ്റ്. അതാണ് ജോൺ ചാപ്റ്റർ 3:16 നമ്മൾ വായിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. എങ്ങനെ നൽകി എന്നുള്ളത് തൊട്ട് പുറകിലുള്ള ഈ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മകുടോദാഹരണമാണ് സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ കർത്താവ് ഉയർത്തപ്പെടുന്നതെന്നാണ് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് അത് ചിന്തിക്കുമ്പം നമുക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നാത്ത ഒരു ആത്മീയമായ ഇൻസൈറ്റ് ഒന്നും തോന്നാത്ത ഒരു കാര്യമാണ് സർപ്പത്തെ ഉയർത്തി എന്ന് പറയുമ്പോൾ. എന്നാൽ കർത്താവ് അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ എല്ലാ മീനിങ് വളരെ വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് അങ്ങനെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് എന്നുള്ളത് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണമായി മാറി. ഓക്കെ, എന്താണ് ഈ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതായിട്ടുള്ള ആ കാര്യം? അത് നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സ് 9 അത് നാം വായിക്കുന്നത്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ ആ കോണ്ടെക്സ്റ്റ് അങ്ങ് പറഞ്ഞേക്കാം. ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്കുള്ളതായ യാത്രയിൽ അവർ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ അവർ വളരെ ഇമ്പേഷ്യൻ്റായി അവർ ക്ഷമ കെട്ടുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാ ക്ഷമ കെട്ടെന്ന് ചോദിച്ചാൽ അവർ ചോദിക്കുകയാണ് മോശയോട്, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ മിസ്രൈമിൽ നിന്ന് മരുഭൂമിയിൽ മരിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ മരിക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഞങ്ങൾക്കിവിടെ മന്ന അല്ലാതെ ഒന്നും ഭക്ഷിക്കാനില്ല. അതുമാത്രമല്ല, ഈ കൊള്ളരുതാത്ത മന്ന ഞങ്ങൾക്കിപ്പോൾ വെറുപ്പാവും. ഞങ്ങൾ മിസ്രൈമിലായിരുന്നെങ്കിൽ ഞങ്ങൾക്കവിടെ എല്ലാ തരത്തിലുള്ളതായ ഭക്ഷണ സാധനങ്ങളും, ഉള്ളി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, ഞാനങ്ങ് ചേർത്ത് പറയുക. എന്നാൽ ഇവിടെ ഇത്ര കൊള്ളരുതാത്ത മന്ന ദിവസം തോറും ഭക്ഷിച്ച് ഞങ്ങൾ മരിക്കുന്നതാണ് ബെറ്റർ എന്ന് അവർക്ക് തോന്നുക ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ മന്നയെപ്പറ്റി പറയുന്നത് ശക്തന്മാരുടെ ആഹാരം, സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിച്ചതായിട്ടുള്ള മന്ന. അതെത്ര ശ്രേഷ്ഠമായ കാര്യമാണെന്ന് വചനം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഭക്ഷിച്ച് മുന്നോട്ട് വന്നതായ മനുഷ്യർ പറയുകയാണ്, ഈ മന്ന അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം അഗ്നിസർപ്പങ്ങളെ അവരുടെ ഇടയിലേക്ക് അയച്ചത്. അപ്പോൾ അഗ്നിസർപ്പങ്ങൾ പലരെയും കടിച്ചു, അവർ മരിച്ചു. അന്നേരം ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു, മോശയോട് നിലവിളിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു തൂണയിൽ കയറ്റി അതിനെ സ്ഥാപിക്കുക. ആരെങ്കിലും അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവ ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവൻ
രക്ഷപ്പെടും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. ഇതുപോലൊരു സൊല്യൂഷൻ ഇതിനകത്ത് ദൈവം വെച്ചിരിക്കുന്നതായ സൊല്യൂഷൻ മാത്രമല്ല, മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റി വലുതാണ്. ഇവരുടെ പ്രശ്നം മത്സരമാണ്. മോശ എന്ത് പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തതായിട്ടുള്ള പരിഹാരം അങ്ങേയറ്റം സിമ്പിളും ഒരു മനുഷ്യനും നിഷേധിക്കാനൊക്കാത്തതുമായ കാര്യമാണ്. ആ ബെഥസ്ദാ കൊള്ളത്തിൻ്റെ അരികെ കിടക്കുന്നതായ ഏകദേശം 38 വർഷമായി പാരലൈസ്ഡായിട്ട് കിടക്കുന്ന മനുഷ്യൻ പറയാനുള്ളത്, ദൂതം വന്ന് വെള്ളം കലക്കുമ്പം എന്നെ അങ്ങോട്ട് ഇറക്കാൻ ആരുമില്ല, ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും ഇറങ്ങുന്നു. നോക്കൂ, ഏകദേശം 38 വർഷം ഇല്ല എങ്കിലും അത്രയും അതിനോട് അടുത്ത വർഷങ്ങൾ കിടന്ന് ശ്രമിക്കുന്ന ഒരാളിനെ കൊണ്ടൊക്കാത്ത ഒരു കാര്യമായിരുന്നു ആ ബെഥസ്ദാ കൊള്ളത്തിലുള്ളതായ സൗഖ്യത്തിൻ്റെ പ്രൊവിഷൻ. എന്നാൽ ഇവിടെയോ എവിടെ കിടന്ന് വേണമെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, അവൻ ജീവൻ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ പരിഹാരത്തിൻ്റെ എക്സാമ്പിളാണ്, മോഡലാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ എങ്ങനെ എല്ലാവർക്കും പ്രാപിക്കാമെന്നുള്ളതും അത് എത്ര സിമ്പിളാണെന്നുള്ളതും അതാർക്കും അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അത് കിട്ടാത്തതിന് ഒരു എക്സ്ക്യൂസ് പറയുന്ന ആൾ ലോകത്തിലുണ്ടാകുകയില്ല. മുമ്പേ നമ്മൾ വിവാഹത്തിന് വരാഞ്ഞതിൻ്റെ എക്സ്ക്യൂസിനെ പറ്റി നാം കേട്ടു. രാജാവ് വിവാഹത്തിന് വിളിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ എക്സ്ക്യൂസ് പറയാനുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ പ്രാപിക്കാതിരിക്കുവാൻ ഒരു എക്സ്ക്യൂസ് പറയാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. കാരണം ദൈവം ഒറ്റ നോട്ടമേ ചോദിക്കുന്നുള്ളൂ, അതും വിശ്വാസ കണ്ണുകളാലുള്ള നോട്ടം, വിശ്വാസത്താലുള്ള ഒറ്റ നോട്ടം. ആ നോട്ടം കൊണ്ട് ദൈവത്തിൻ്റെ ജീവൻ്റെ ഫുൾനെസ് ഓരോ വ്യക്തിയിലേക്കും കടക്കുമെന്നുള്ളതാണ് അതിൻ്റെ മെസ്സേജ്. അപ്പോൾ അങ്ങനെ നോക്കാനുള്ള, വിശ്വാസത്താലുള്ള നോക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് കർത്താവ് ഈ വചനങ്ങളിൽ അവിടെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ 3-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാട്ട്, ജോൺ 3:11. ഞങ്ങൾ കണ്ടത് സാക്ഷീകരിക്കുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുന്നു. വായിച്ചാട്ട്, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. അപ്പോൾ കർത്താവിനെ നോക്കുവാനുള്ള ബേസിസ്, അതിൻ്റെ അടിസ്ഥാനം കർത്താവ് പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, കർത്താവിൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അവിടുത്തെ ഇഷ്യൂ. ലോകത്തിൻ്റെ ഇഷ്യൂ അതാ. ലോകത്തിൽ സ്വർഗം ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്നുള്ളതല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇവിടുത്തെ ഇഷ്യൂ സ്വർഗത്തെപ്പറ്റി, ദൈവത്തെപ്പറ്റി കർത്താവ് കണ്ടതും അറിഞ്ഞതും പറഞ്ഞതും വിശ്വസിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ദ ക്വസ്റ്റ്യൻ, ഡു യു റിസീവ് ദ ടെസ്റ്റിമണി ഓഫ് ക്രൈസ്റ്റ്? എല്ലാവരും ഉത്തരം പറയേണ്ട കാര്യമായത്. ഒരു ദിവസം നമ്മളെല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കർത്താവിൻ്റെ സാക്ഷ്യം നാം വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ പറയാമോ? അതേ, കർത്താവിൻ്റെ സാക്ഷ്യം, കർത്താവ് തന്നെപ്പറ്റി പറഞ്ഞതും, കർത്താവ് പിതാവിനെ പറ്റി പറഞ്ഞതും, കർത്താവ് വരാൻ പോകുന്ന കാര്യം പറഞ്ഞതും, എൻ്റെ കർത്താവ് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. നേരിട്ട് പറയാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് നോക്കുന്നതിൻ്റെ, വിശ്വാസത്താൽ നോക്കുന്നതിൻ്റെ, അവൻ്റെ രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കുന്നതിൻ്റെ ഒരു പ്രാഥമികമായ പടിയായത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വസിക്കാത്തത് കൊണ്ടാണ് പിന്നത്തേതിൽ വിശ്വാസത്താൽ അവനെ നോക്കാത്തതും രക്ഷ പ്രാപിക്കാത്തതും. ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇനിയും അവിടെ 12-ാം വാക്യം വായിച്ചാട്ട്, കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നു, ഒരു മനുഷ്യനായിട്ട് നടന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു.
ഈ കാര്യങ്ങളെല്ലാം കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പോൾ ഈ കാര്യങ്ങൾ വിശ്വസിക്കാത്തവർക്ക് ഞാൻ മടങ്ങി വരുമെന്നും ഞാനൊരു രാജ്യം സ്ഥാപിക്കുമെന്നും മേഘാരൂഢനായി വരുമെന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവർക്ക് അത് അംഗീകരിക്കാൻ ഒക്കുകയില്ല. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, ഈ കാര്യങ്ങളിലുള്ളതായ നമ്മുടെ റെസ്പോൺസാണ് വാസ്തവത്തിൽ വരുവാനുള്ള കാര്യങ്ങളെപ്പറ്റി കർത്താവ് പറയുമ്പോൾ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നു. ആമേൻ. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ കർത്താവ് നമുക്ക് ചെയ്തു തരുന്ന വിഷയങ്ങൾ അത് അറിഞ്ഞ് അംഗീകരിച്ച് സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വരാൻ പോകുന്നതായ കാര്യങ്ങൾ അത് കർത്താവ് പറയുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും, അംഗീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും ഇവിടെ 13-ാം വാക്യം വായിച്ചാൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗ്ഗത്തിൽ കയറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് നോക്കുവാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ആമേൻ. ഇതിനേക്കാളും ഉള്ളൊരു വെളിപ്പാട് കർത്താവ് പറയാനില്ല. കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ഇനിയും ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിനെ പറ്റി വചനം തന്നെ പല ഭാഗത്ത് അതിൻ്റെ 31-ാം വാക്യത്തിൽ പറയുന്നു, മീതെ നിന്ന് വരുന്നവൻ, മുകളിൽ നിന്ന് വരുന്നവൻ, എല്ലാവർക്കും മീതെയുള്ളവൻ. He that comes from above is above all. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ യേശു പറയുന്നു, For I am come down from heaven not to do my own will but to the will of him that sent me. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനല്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ആ അയച്ചവൻ്റെ ഇഷ്ടം കർത്താവ് ചെയ്ത് കാണിച്ചു. ഈ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? കർത്താവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ ഒന്ന് നോക്കാനുള്ള മോട്ടിവേഷൻസ് ആണ് ഇതെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 62-ാം വാക്യത്തിൽ യേശു ചോദിച്ചു, വാട്ട് ദെൻ ഇഫ് യു ഷുഡ് ബിഹോൾഡ് ദ സൺ ഓഫ് മാൻ അസെൻഡിങ് വേർ ഹി വാസ് ബിഫോർ. മനുഷ്യപുത്രൻ നേരത്തെ ആയിരുന്ന സ്ഥാനത്തേക്ക് അവൻ കരയേറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? മനുഷ്യപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ കാണാൻ പോവുകയാണ്. മനുഷ്യപുത്രൻ എവിടുന്നാണോ ഇറങ്ങി വന്നത് അവിടേക്ക് കരയേറിപ്പോകുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തവരാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നോക്കുവാൻ തക്കവണ്ണം മതിയായ കാരണങ്ങൾ നമുക്കുണ്ട്, അടിസ്ഥാനം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതോട് ചേർന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 6 to 8 വായിക്കാം. വായിച്ചാട്ടെ. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. റോമൻസ് ചാപ്റ്റർ 10 6 to 8 തന്നെയാണോ വായിക്കുന്നത്? ഒന്നുകൂടെ നോക്കാമോ? വിശ്വാസത്താലുള്ള നീതി ഒഴിവണ്ണം പറയുന്നു. ഒന്നുകൂടെ അത് മൈക്ക് സെറ്റ് കൂടെ വായിച്ചാട്ടെ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. നിർത്തി. വിശ്വാസത്താലുള്ള നീതിയോ അതിങ്ങനെ പറയുന്നു. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആര് സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ
നിന്റെ ഹൃദയത്തിൽ പറയരുത്. താവോട്ട് വായര്. എന്നാൽ അതെന്ത് പറയുന്നു? എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വചനം തന്നെ, വിശ്വാസം തന്നെ. ശ്രദ്ധിച്ചാലും ദൈവത്തിന് തരാനുള്ളതിൻ്റെ ബെസ്റ്റ് പ്രാപിക്കാൻ നമ്മൾ എങ്ങും പോകേണ്ടതില്ല, എങ്ങും ഓടി നടക്കേണ്ടതില്ല, ഒരു ബത്തപ്പാടും കഴിക്കേണ്ടിയിരിക്കില്ല. നീ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ ബെസ്റ്റ് നിനക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കർത്താവിനെ ഒന്ന് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ആ ഒരു നോട്ടം കൊണ്ട് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം നടക്കുന്നു. പലപ്പോഴും നമ്മൾ വേണ്ടതുപോലെ കർത്താവിനെ നോക്കുന്നില്ല. ഇങ്ങനെ ഒരു പരിഹാരം തരാൻ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല. ഏത് കാര്യത്തിനകത്തും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങളൊക്കെ എയ്റോപ്ലെയിനെ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കും. യാത്ര ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ അവർ അനൗൺസ് ചെയ്യും, അഥവാ എവിടെയെങ്കിലും വെള്ളത്തിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ സീറ്റിൻ്റെ കീഴിൽ ലൈഫ് ബെൽറ്റ് ഉണ്ട്. അതെങ്ങനെയാണ് എടുത്ത് ഇടേണ്ടത്, അതെങ്ങനെയാണ് ഊതി വീർപ്പിക്കേണ്ടത്, മോളിൽ നിന്ന് താവോട്ട് ഓക്സിജൻ മാസ്ക് വീഴും, അതെങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം അവർ ഒരു അരമണിക്കൂർ നേരം വിശദീകരിക്കും. ഞാൻ പലപ്പോഴും ഡൗട്ട് ചെയ്ത് എന്നെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ, എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ സീറ്റിന് അടിയുന്നതെന്ന് ഇടാമെന്ന് വിചാരിച്ചാൽ അവർ സമ്മതിക്കുകയില്ല. മുട്ട് കോംപ്ലിക്കേറ്റഡായ ഇൻസ്ട്രക്ഷൻ. എന്നാൽ ഇങ്ങനെ വിചാരിക്കുക, ഒരു വലിയ പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ഈ ഒറ്റ ഒരു പോയിന്റിലേക്ക് സൂക്ഷിച്ചു നോക്കുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര സിമ്പിളായിരിക്കും. അത് മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഒന്ന് ഓർത്ത് നോക്കി. ജീവൻ പ്രാപിക്കാൻ ഒന്ന് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിഹാരം അത് എത്ര ശ്രേഷ്ഠമാണ്. ഈ നോക്കാത്തവർക്ക് വല്ല എക്സ്ക്യൂസും ഉണ്ടോ? ഓ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജീവൻ ഇതാ സൗജന്യം മാത്രമല്ല, ദ ഈസിയസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആൻഡ് ഗേവ് us the most simplest procedure. അതുകൊണ്ട് നമ്മൾ അനേകം ആളുകളും വിശ്വാസമെന്ന് ബാഹ്യമായിട്ട് പറഞ്ഞ് അവർ കാണിക്കുന്നെങ്കിലും ഉള്ളത്തിൻ്റെ ഉള്ളിൽ കർത്താവിനെ വേണ്ടതുപോലെ നോക്കാത്തവരാണ് അനേകം. അങ്ങനെ നോക്കിയാൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ മോളിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ഐ ഹാവ് ഡിസെൻഡഡ് ഫ്രം ഹെവൻ. അതൊരു ഇനഫ് റീസൺ അല്ലേ കർത്താവിനെ നോക്കാൻ? പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും പറയുക ഇത് നാസായിൽ നിന്ന് കൊണ്ടുവന്ന, ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചവിറ്റോട്ടെ എറിയണമെന്നാണോ പറയുന്നത്? ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ അതൊന്ന് കാണാമെന്ന് പറയത്തില്ലേ? അതൊന്ന് സൂക്ഷിച്ച് വെക്കാമെന്ന് പറയത്തില്ലേ? ചന്ദ്രൻ എവിടെ, സ്വർഗം എവിടെ? ചന്ദ്രനിൽ നിന്ന് വന്നൊരു കല്ല്, അത് സൂക്ഷിച്ച് അതൊരു കാഴ്ച വസ്തുവായി എല്ലാവരും അത് നോക്കുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന നമ്മൾ അരുമനാഥനെ നാം നോക്കേണ്ടതല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ നോക്കുക, രക്ഷ പ്രാപിക്കുക. വചനം പറയും, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയെന്ന് കർത്താവ് പറയുന്നു. ദൈവം ഒന്ന് തിരിയുന്നത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കർത്താവിലേക്ക് മടങ്ങി വരുന്നതിന് ഇംഗ്ലീഷിൽ റിട്ടേൺ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിട്ടേൺ എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്താൽ ഇറ്റ് ഈസ് റീടേൺ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തിരിച്ചു പോകുന്നത് അതിൻ്റെ പൂർത്തീകരണം. പക്ഷേ അതിന് മുമ്പ് ഒരു ടേൺ ഉണ്ട് അല്ലേ? അങ്ങനെ ആ ടേൺ ചെയ്യുമ്പോഴേ ദൈവം സ്വീകരിച്ചിരിക്കുന്നു. 32 സംഘത്തിന് എന്ത് പറയുന്നു? എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞില്ല, പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം
ക്ഷമിച്ചു തന്നു. God is looking for a return before return. The return God accepts as return. ആമേൻ പറയാമോ? പ്രൈസ് ദ ലോർഡ്. നമുക്ക് നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം, കർത്താവിലേക്ക് മടങ്ങി വരാം, വിശ്വാസത്താൽ ഒന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നാം പ്രാപിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.